ഇന്നലെയായിരുന്നു സംവിധായകൻ സിബി മലയിലിൻ്റെ മകൻ്റെ വിവാഹം നടന്നത്. അതിതാരനിബിഡമായി നടന്ന വിവാഹത്തിൽ ഏറെ നേരം നിൽക്കാത്ത മോഹൻലാലിനെ കുറിച്ച് എല്ലാവരും ചോദിച്ചിട്ടും അന്വേഷിച്ചിട്ടുമുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ തന്നെ നടൻ മോഹൻലാലിൻ്റെ വാർത്തകൾ കൂടുതലും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിത് അറിയാൻ സാധിച്ചത് സിബി മലയിലിൻ്റെ മകൻ്റെ വിവാഹം കഴിഞ്ഞ് നേരെ മോഹൻലാൽ അമ്മയുടെ അരികിലേക്ക് തന്നെയാണ് എത്തിയത്. ഇന്നലെ മുതൽ തന്നെ അമ്മ വല്ലാത്ത അസ്വസ്ഥതകൾ കാണിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും മുടക്കാൻ സാധിക്കാത്ത വിവാഹ കർമ്മങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ മോഹൻലാൽ വിവാഹങ്ങൾക്ക് പോയി വളരെ നേരത്തെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോരുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അമ്മയ്ക്ക് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയത്. അമ്മയ്ക്ക് ഏറെ നാളായുള്ള അസുഖമാണ്. അമ്മ കിടപ്പിൽ തന്നെയായിരുന്നു. പലതിനും അമ്മ റിയാക്ട് ചെയ്യാറില്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു വർഷമായി തന്നെ അമ്മയുടെ അവസ്ഥ വളരെ മോശം അവസ്ഥയിലൂടെയായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ വർഷം ഈ സമയം അമ്മയുടെ 89ാമത്തെ വയസ്സ് അതിഗംഭീരമായി ആഘോഷിച്ചത് മോഹൻലാൽ തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസം സിബി മലയാലിൻ്റെ മകൻ്റെ വിവാഹത്തിന് നിരവധി താരങ്ങൾ പങ്കെടുത്തിരുന്നു. ജയറാം അടക്കം പ്രിയദർശൻ അടക്കം നിരവധി പേർ അവിടേക്ക് എത്തിയത് വാർത്തയിലെല്ലാം സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു. പ്രിയദർശനും ലിസിയും കൂടി നടന്നു വരുന്ന വീഡിയോ വൈറലായതിന് പിന്നാലെയാണ് ഇത് ആരുടെ വീഡിയോ ആണെന്നും ആരുടെ വിവാഹമാണെന്നും അന്വേഷിച്ച് പ്രേക്ഷകരെത്തിയത്. ഇതിന് പിന്നാലെയാണ് സംവിധായകൻ സിബി മലയിലിൻ്റെ മകൻ വിവാഹിതനായതാണെന്ന് പ്രേക്ഷകർ അറിഞ്ഞത്. താരനിബിഡമായ വിവാഹത്തിന് മോഹൻലാൽ എത്തിയില്ലേ എന്നായിരുന്നു പിന്നീട് പ്രേക്ഷകർ അന്വേഷിച്ചത്. പിന്നീട് മോഹൻലാൽ എത്തി എന്ന് തിരിച്ചറിയുകയും എന്നാൽ മോഹൻലാൽ വളരെ പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്തു എന്നറിഞ്ഞപ്പോൾ പ്രേക്ഷകർ തന്നെ പല സംശയങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഷൂട്ടിംഗ് തിരക്കുകളിലായിരിക്കുമെന്ന് കരുതിയെങ്കിലും മോഹൻലാൽ നേരെ എത്തിയത് കൊച്ചിയിലെ എളമക്കരയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെയാണ്. ശ്രീഗണേഷ് എന്ന് പേരിട്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വീടിന് ഏറെ നാളത്തെ തന്നെ വളരെയധികം സ്നേഹവും സമ്പാദ്യത്തിൻ്റെ എല്ലാവിധ കാര്യങ്ങളുമുണ്ട്. മോഹൻലാൽ തുടക്കകാലങ്ങളിൽ തന്നെ തുടങ്ങിയത് ഈ വീട്ടിൽ നിന്നാണ്. ഈ വീടിന് അത് കൃത്യമായി അറിയാം. അമ്മയോടുള്ള സ്നേഹവും അച്ഛനോടുള്ള സ്നേഹവും മോഹൻലാലിൻ്റെ ശ്വാസമെടുപ്പുമെല്ലാം ഈ വീട്ടിന് നന്നായി അറിയാം. ആ വീട്ടിലേക്ക് തന്നെയാണ് അമ്മയും ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. ആ ഒരു വാർത്ത കൂടി അറിഞ്ഞപ്പോൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരു ഞെട്ടലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്യുന്നൊരു വിഷയമായി മാറുകയും അതിനെക്കുറിച്ചുള്ള വാർത്തയെല്ലാം ഏറ്റെടുക്കാൻ പറ്റുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയൊരു വാർത്ത ഇത് മാറുന്നതിന് കാരണവുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ മോഹൻലാലിൻ്റെ അമ്മ മരിച്ചു എന്ന വാർത്തയേക്കാൾ ഉപരി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരത്തിൻ്റെ ഒരു വലിയ ശൂന്യതയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മ എത്രത്തോളം വലുതാണ് എന്നെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പ്രേക്ഷകർ തന്നെ സംസാരിക്കുന്നത്. ഇതോടെ പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നു. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയെ തന്നെ ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും മോഹൻലാലിൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് നോക്കുന്നത്. 90 വർഷങ്ങളായി തന്നെ അവർ ജീവിച്ചതെല്ലാം അവരുടെ മക്കൾക്ക് വേണ്ടിയായിരുന്നു, മകന് വേണ്ടിയായിരുന്നു. ലാലു എന്ന സ്നേഹത്തോടെ വിളിക്കുന്ന മോഹൻലാൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരത്തിനെ സമ്മാനിച്ച് അമ്മയ്ക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ നൂറുകണക്കിന് ആൾക്കാരാണ് എത്തുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.